ഈശോയെ, എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഒരു പുതു ചൈതന്യം, പുത്തൻ അഭിഷേകം ഈ ആരാധനയിലൂടെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യമായി ലോകം മുഴുവൻ പ്രശോഭിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരൊറ്റ ആരാധനയുടെ യോഗ്യതയാൽ ഇന്ന് കണ്ണുനീരോട് കൂടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് നൊമ്പരങ്ങൾ പേറി ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ, കൃപാസനത്തിൽ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലകളുടെ യോഗ്യതയാൽ, റാലിയുടെ യോഗ്യതയാൽ, ലോകം മുഴുവനും നടക്കുന്ന അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനകളുടെ യോഗ്യതയാൽ, കൃപാസനത്തിൽ തന്നെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകളുടെ യോഗ്യതയാൽ പ്രത്യേകമായിട്ട് എല്ലാ മക്കളുടെയും വിഷയങ്ങളെ ഈ ആരാധനയിലൂടെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. ഞാൻ അവരെ സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കും. അതെ, പരിശുദ്ധ അമ്മ ഈ ആരാധനയിൽ നമ്മളെ സന്ധിക്കാൻ ഒരുക്കമാണ്. ഒന്ന് മാത്രം, യോഹന്നാൻ 2:5 തിരുവചനമനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ, നമ്മുടെ ജീവിതമെന്ന് ക്രമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം. പുറകെ കൃപയും നമ്മളെ തേടിയെത്തും. അനുഭവം നമ്മളെയും തേടിയെത്തും. സാക്ഷികളാക്കി ദൈവപിതാവ് നമ്മളെയും ഈ അൾത്താരയിൽ ഉയർത്തും. 2:30 മണി സമയത്തോടടുക്കുന്ന ഈ സമയം പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ മംഗളവാർത്ത സന്ദേശം സ്വീകരിച്ചപ്പോൾ എടുത്ത ഒരു ജീവിത നിലപാടുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ദൈവമാതാവിൻ്റെ ഉദരത്തിലാണ് രക്ഷകൻ വന്ന് പിറക്കുന്നത്. നമ്മളും ഒരു മരിയൻ ഉടമ്പടി സമർപ്പണ ജീവിതത്തിലാണ്. പക്ഷേ പലതും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം അത് എന്താണോ അത് ഞാൻ വച്ചിരിക്കുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ, ഞാൻ വച്ചിരിക്കുന്ന ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥിക്കാം. അതെ, വചനം വിശ്വസിച്ച പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പറഞ്ഞു, കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, വചനം കേൾക്കുമ്പോൾ വലിയ ദൈവിക വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമയം തന്നെ ആമേൻ പറയുവാൻ ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു അഭിഷേകം ഈ ആരാധന മണിക്കൂറിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.
ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം. എൻ്റെ പേര് ജിബിൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ മ്ലാമല എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ വൈഫാണ്. പേര് അഞ്ജു. ഞാൻ 2023 ജനുവരി 26 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ 2015 ബിടെക് പാസ്സായത്. അതിനുശേഷം ഒരു PSC എക്സാം അല്ലെങ്കിൽ കേരള PSCയുടെ എക്സാം പാസ്സായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനെ 2015 ഞാൻ എൻ്റെ എൻജിനീയറിംഗ് പൂർത്തിയാക്കി. അതിനുശേഷം പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്തു. ആ പ്രൈവറ്റ് ജോലി ഉപേക്ഷിച്ചതിന് ശേഷമാണ് 2017 മുതൽ ഞാൻ കേരള PSCയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ 2017 കാലയളവിൽ സ്റ്റാർട്ട് ചെയ്തു. 2019 എനിക്കൊരു റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിച്ചു. പക്ഷേ ദൗർഭാഗ്യം കൊണ്ട് 2019 VO എന്ന് പറയുന്ന ആ ലിസ്റ്റ് LD ക്ലർക്കുള്ള ആളുകൾക്ക് കൂടുതൽ വേക്കൻസി നൽകിക്കൊണ്ട് ആ ലിസ്റ്റിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ ജോലി പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് 2019 ശേഷം വീണ്ടും പഠനം ആരംഭിച്ചു. പക്ഷേ 2020 വീണ്ടും കൊറോണ എന്ന് പറയുന്ന ദുരിതം വന്നതുകൊണ്ട് കുറേ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാലയളവിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ കാലയളവിൽ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. 2021 പ്രധാനപ്പെട്ട LDയുടെ എക്സാം വന്നെങ്കിലും അതിലും ഒരു നിസാരം മാർക്കിന് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് 2022-23 കാലയളവിലെങ്കിലും മികച്ചതായ രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തയ്യാറെടുക്കാമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന കാലയളവിൽ ഞാൻ കുറച്ച് നാൾ PSC പഠിപ്പിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പം മമ്മി, അതായത് എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചി UK ജോലി ചെയ്യുന്നത്. അപ്പം ചേച്ചിക്ക് രണ്ടാമതൊരു കൊച്ചുണ്ടായി. അങ്ങനെ കൊച്ചിനെ നോക്കാനായിട്ട് മമ്മി 2022 ഓഗസ്റ്റ് മാസമാണ് UK പോകുന്നത്. അപ്പം ആ ഒരു സമയത്തായിരുന്നു എനിക്ക് പ്രിലിംസിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2022 മമ്മി ചേച്ചിയുടെ അടുത്ത് പോയി. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് പ്രിലിംസിൻ്റെ എക്സാമും നടന്നത്. പക്ഷേ ഇതിനു മുന്നുള്ള പരിചയം വെച്ചിട്ട് എനിക്ക് ആ പ്രിലിംസിൻ്റെ എക്സാമുകളെല്ലാം പാസ്സാകാൻ സാധിച്ചു. പക്ഷേ മെയിൻ എക്സാം എന്തായാലും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം ആ എക്സാമിൻ്റെ ഡേറ്റും ഡിക്ലെയർ ചെയ്തു. 2023 മെയ് ഏപ്രിൽ മാസങ്ങളിലായിട്ട് എക്സാം നടക്കുമെന്ന് ഡേറ്റും ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പം മമ്മി തിരിച്ചു വരുമ്പം പഠിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. മമ്മി അങ്ങനെ 2022 ഡിസംബർ 9 എയർപോർട്ടിൽ തിരിച്ചു വന്നു. കൊച്ചിയിൽ വന്നു. ഞാൻ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കുമാണ് എൻ്റെ ചേട്ടനും നാട്ടിൽ വരുന്നത്. ചേട്ടൻ രണ്ടാമത്തെ ആളാണ്. ചേട്ടനും നാട്ടിൽ വന്ന് കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. പെട്ടെന്നൊരു സാഹചര്യത്തിൽ മമ്മീൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയ സമയത്ത് മമ്മി ഒന്ന് വീണു. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് മമ്മിയുടെ കാലൊന്ന് മുറിഞ്ഞായിരുന്നു. ചെറിയൊരു മുറിവാണെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ മുറിവുണ്ടായി. മുറിവ് ഞങ്ങൾ വെച്ച് കെട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മമ്മിയുടെ കാല് നന്നായിട്ട് നീര് വെച്ചു. നന്നായിട്ട് വീക്കം പോലെ വന്നിട്ട് നീര് വെച്ചു. അങ്ങനെ പാലായിലുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും നീര് കുറയുന്നില്ല, നീര് കൂടുകയാണ് ചെയ്തത്. വീണ്ടും കട്ടപ്പനയിലുള്ള അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഉള്ളിൽ എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നോക്കണം, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. മമ്മി ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലത്തുള്ള ഡയബറ്റീസിൻ്റെ തന്നെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മമ്മീനെ. അങ്ങനെ അവിടെ ചെന്നു, കൊല്ലത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇൻസുലിൻ കുത്തിവെക്കാതെ തന്നെ ഭക്ഷണത്തിൽ ക്രമത്തിൽ കുറച്ച് ഡയബറ്റീസ് കുറച്ചതിന് ശേഷം സർജറി ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി. പക്ഷേ കാലിൻ്റെ ഉള്ളിൽ ഒന്നും, അതായത് വീണതിൻ്റെയോ ഒരു പ്രശ്നങ്ങളായിട്ട് പൊട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചതവുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉള്ളതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പം അതിനുശേഷം 9 ദിവസം മമ്മി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ ഡിസ്ചാർജ് തന്നു. എന്നിട്ട് പറഞ്ഞു ഓരോ 7 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു 14 ദിവസം കൂടുമ്പം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ഞാൻ ഇടുക്കിയിലാണുള്ളത്. വീണ്ടും ഞാൻ കൊല്ലത്തേക്ക് വീണ്ടും ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ എനിക്ക് അപ്പം മെയിൻസിനുള്ള ഡേറ്റും ഡിക്ലെയർ ആയി. ആകെപ്പാടെ എന്നാൽ പ്രിലിംസ് ഞാൻ പാസ്സാവുകയും ചെയ്തു. മെയിൻസിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുമുണ്ട്. പക്ഷേ ഈ മമ്മിക്ക് വീണ്ടും കാലിൻ്റെ ഈ പ്രശ്നം വന്ന കാരണം എനിക്ക് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കടയുണ്ടായിരുന്നു. കടയിൽ പപ്പായെ സഹായിക്കണമായിരുന്നു.
അങ്ങനെ വീടും കടയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ 2023 ജനുവരി മാസമൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അങ്കിൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ജോഷി എന്നാണ് അങ്കിളിൻ്റെ പേര്. അങ്കിൾ ഇടയ്ക്ക് കൃപാസനത്തിൽ വന്ന് ഒരുപാട് നിയോഗങ്ങൾ സഹായിച്ച് കിട്ടിയതുകൊണ്ട് എന്നോട് പറഞ്ഞായിരുന്നു, നീ പരീക്ഷ എഴുതുന്നതിന് മുന്നേ കൃപാസനത്തിൽ നിന്ന് പോയി പ്രാർത്ഥിക്കും, നിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും, നീ പരീക്ഷയിലൊക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ പ്രശ്നം പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാളും പ്രധാനം എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ആദ്യം കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചേട്ടനെ തിരിച്ചു പോയത് ജനുവരി 25 ആയിരുന്നു 2023. അങ്ങനെ ചേട്ടനെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അങ്കിളുടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഇനിയിപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കൃപാസനത്തിൽ വരാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ പറ്റത്തില്ല, അതുകൊണ്ട് അങ്കിളും കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ അങ്കിളെയും കൂട്ടി 2023 ജനുവരി 26 ഈ കൃപാസനത്തിൽ വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു, മമ്മിയുടെ കാലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി, അസുഖം ഒന്ന് കുറച്ച് അല്ലെങ്കിൽ കാലിൻ്റെ എന്താണ് സംഭവിച്ചത് പഴുപ്പൊക്കെ ഒന്ന് മാറ്റി മമ്മി ഒന്ന് സാധാരണ നിലയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് മാറി എന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ നിയോഗങ്ങൾ വെച്ചു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ടുവിട്ട് രാത്രി ഒരു 12:30 അങ്കിളുടെ വീട്ടിൽ വന്നപ്പോൾ രാത്രിയിൽ വെളുപ്പിന് 1 മണിയായി കിടന്നപ്പം വീണ്ടും 3:30 എണീറ്റായിട്ടാണ് ഈ കൃപാസനത്തിലേക്ക് വരുന്നത്. കാരണം കാഞ്ഞിരപ്പള്ളിയാണ് അങ്കിളുടെ വീട്, അവിടെ നിന്ന് ഇവിടെ വരെ 3:30 എണീറ്റാണ് വന്നത്. അങ്കിളാണ് വണ്ടി ഓടിച്ചതെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്നു, രാവിലെ 5:30 ആയപ്പോൾ ഇവിടെ വന്നു. 7 മണിക്കത്തെ ഇതിന് കൂടി നിയോഗങ്ങളെല്ലാം വെച്ചു, മാതാവിൻ്റെ പ്രദർശനത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് പിറ്റേ ദിവസം 26 ഉച്ചയായപ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ ചെന്ന ഒരു 8 മണിക്കാണ്. അപ്പം ഞാൻ മമ്മിക്ക് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യണം എന്ന് വെച്ചാൽ പഴുപ്പുള്ളത് കൊണ്ട് എല്ലാ ദിവസവും മുറിവ് ചെറുതായിട്ടൊന്ന് സ്പോർ ചെയ്തിട്ട് അതിലെ പഴുപ്പെടുത്ത് കളയണം. അപ്പോൾ ഡോക്ടർ എനിക്കത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 18 ദിവസവും ഞാൻ ഈ മുറിവ് ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള എക്യുപ്മെൻറ്റും തന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ട് പഴുപ്പെടുത്ത് കളയുന്നതായിരുന്നു. അപ്പം 2 ദിവസം 25 26 എനിക്ക് ലേറ്റായിട്ടാണ് പഴുപ്പെടുത്ത് കളയാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഞാൻ ബെഡിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം വിരിച്ചു, അതിൽ കാലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ പഴുപ്പ് എടുത്ത് കളയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ നിയോഗത്തിൽ ഞാൻ പ്രധാനപ്പെട്ട വെച്ചൊരു നിയോഗമായിരുന്നു മമ്മിയുടെ കാല് പെട്ടെന്ന് സൗഖ്യമാക്കണേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ എക്യുപ്മെൻറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ മുറിവൊന്ന് വരഞ്ഞു. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കിയതേ ഉള്ളൂ. ഈ പുട്ടുകുറ്റിയിൽ നിന്ന് ഇങ്ങനെ പുട്ട് ചാടി വരുന്നത് പോലെ അതിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു മരകഷ്ണം, അതായത് എനിക്കൊന്ന് കാപ്പിക്കമ്പിൻ്റെ ഒരു കഷ്ണമായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നു. ഡോക്ടറും കുറേ പരിശ്രമിച്ച് അതിൽ നന്നായിട്ട് നല്ല രീതിയിൽ ആ മുറിവിൽ നല്ല രീതിയിൽ എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് റൗണ്ടൊക്കെ ചെയ്ത് പഴുപ്പെടുത്ത് കളഞ്ഞിട്ടുള്ളൂ. അപ്പോഴൊന്നും വന്നിട്ടില്ല. ഞാനും 18 ദിവസം ഡ്രസ്സ് ചെയ്തു, പക്ഷെ വന്നില്ല. പക്ഷേ അന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് നിയോഗം വെച്ച് അന്ന് രാത്രി 8 മണിക്ക് ഞാൻ ജസ്റ്റ് ആ മുറിവിലൊന്ന് തൊട്ടതേ ഉള്ളൂ. മമ്മിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പഴുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ചെറിയ മരകഷ്ണം പുറത്തേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പം മമ്മിയുടെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. എനിക്ക് ഫെബ്രുവരി 2 തൊട്ട് 2023 ഫെബ്രുവരി 2 തൊട്ട് വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിച്ചു. അങ്ങനെ ഞാൻ കയ്യിൽ എനിക്ക് ഒരുപാട് വിശുദ്ധ വസ്തുക്കൾ കിട്ടിയിരുന്നു. അതിൽ ഉപ്പ് ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ ആ പരിസരങ്ങളിലും ക്ലാസ് റൂമിലൊക്കെ ചെറുതായി കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ക്ലാസ് റൂമിലൊക്കെ വിതറി. അങ്ങനെ എനിക്ക് 2022 നടന്ന 2 മെയിൻസ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചു. 2024 അതിൻ്റെ റിസൾട്ട് വന്നു. അതിനുശേഷം മെയിൻസ് എക്സാമിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പാസ്സായി. അങ്ങനെ 2023 എക്സാമുകളെല്ലാം പാസ്സായി. 2024 ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ജോലി ലഭ്യമാകുന്ന വിധത്തിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചു. 2017 മുതലുള്ള 7 വർഷ കാലയളവിൽ 2024 ആയപ്പോഴാണ് എനിക്ക് PSCയിൽ ഒരു ഉന്നത റാങ്കിലേക്ക് നേടാൻ സാധിച്ചത്. അങ്ങനെ 2025 സെപ്റ്റംബർ, അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറായിട്ട് മലപ്പുറത്തുള്ള തവനൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ജോയിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എനിക്ക് അതിൻ്റെ ആദ്യ സാലറി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 1 മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നീട് ഞാനിപ്പം അവധിക്ക് വന്നപ്പോഴും നേരെ കൃപാസനത്തിൽ വന്നതാണ്. അതാണ് എൻ്റെ ആദ്യ ഉടമ്പടിയിലെ നിയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എനിക്ക് മാതാവ് നിറവേറ്റി തന്നത്. രണ്ടാമതായിട്ട് പിന്നെ ഞാൻ ആ ഉടമ്പടി പുതുക്കാനായിട്ട് വീണ്ടും, അതായത് എക്സാമിന് മുന്നേ ഞാൻ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ വീണ്ടും വന്നു. പിന്നീട് അതിന് ശേഷം ഒരു 4 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നു. ആ സമയത്ത് കല്യാണത്തിൻ്റെ ഒരു തടസ്സങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടായിരുന്നു.
എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന്. അത് ഞാൻ പ്രത്യേകം നിയോഗത്തിലും വെച്ചിരുന്നു. അങ്ങനെ തന്നെ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടുകയും ചെയ്തു. അഞ്ജു വളരെ സ്നേഹത്തോടെയും വളരെ നമ്മളോട് സപ്പോർട്ടീവായിട്ടാണ് തന്നെ പെരുമാറുന്നത്. അതാണ് എനിക്ക് നിയോഗത്തിൽ, അതായത് പുതുക്കിയ ഒരു നിയോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് നിറവേറ്റി കിട്ടിയത്. അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് എൻ്റെ ചേട്ടൻ്റെ ഒരു എക്സാം ചേട്ടൻ നിയോഗം വെക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. ഞാനത് വെച്ചു. അങ്ങനെ എനിക്ക് ചേട്ടൻ പാസ്സാകുകയുണ്ടായി. അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളാണ് എനിക്ക് നിയോഗത്തിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഉപ്പ് കൊണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്ന സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുബീന എന്നായിരുന്നു ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിയുടെ മകന് ഒരു അലർജി ചുമയുണ്ടായിരുന്നു. അബു എന്നാണ് കൊച്ചിൻ്റെ പേര്. അവനൊരു 7-8 വയസ്സ് കാണും. അവന് അലർജി ചുമയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്താണ് ചേച്ചി എന്നോട് പറയുന്നത്, അബുവിന് ഭയങ്കര ചുമയാണ്, രാത്രിയിലൊക്കെ ഭയങ്കര ചുമയാണ്, ഞങ്ങൾക്ക് ഒന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഉപ്പുണ്ട്, കൃപാസനത്തിൽ നിന്ന് കിട്ടിയതാണ്, മാതാവിൻ്റെ ഒരു ഉപ്പാണ്, ഞാനത് ജസ്റ്റ് ഒന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി സമ്മതം പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുക്കാൻ വീട്ടിലേക്ക് പോയി. അപ്പം ഞാനിത് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു, എങ്ങനെ അവന് കൊടുക്കും, ചെറിയ കുട്ടിയായതുകൊണ്ട് ഉപ്പൊക്കെ കൊടുത്ത് അവൻ കഴിക്കുമോ എന്നുള്ള ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഞാനത് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഒരു നാരങ്ങ വെള്ളം കലക്കി അവൻ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതിൽ കലക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ ഉപ്പ് നാരങ്ങ വെള്ളത്തിൽ കലക്കി കൊടുത്തു. അവനത് കുടിച്ചു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ചുമ പൂർണ്ണമായിട്ട് മാറി, അവർ സുഖമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അലർജി അവൻ്റെ ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ അലർജി ചുമ ആ ഉപ്പ് ഉപയോഗിച്ച് അത്ഭുതമായിട്ട് മാറി. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ. പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ പരിസര പ്രദേശങ്ങളിലും വീടുകളിലും അതുപോലെ തന്നെ കട്ടപ്പന, വണ്ടിപ്പെരിയാർ, മേരികുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പത്രങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ചേട്ടൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനെ സ്നേഹാശ്രമത്തിലൊക്കെ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കുറച്ച് സംഭാവനയൊക്കെ ചെയ്തു വരുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് മദറിനോട് ചോദിച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യം ആ സാധനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതാണ് കാരുണ്യ പ്രവർത്തനമായിട്ട് പറയാനുള്ളത്. പിന്നെ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ ഉടമ്പടി എടുത്ത സമയത്ത് പള്ളിയിലൊക്കെ പോവുകയും, അതായത് ഞായറാഴ്ചയും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്തിരുന്നു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട്. അനർത്ഥകാലത്ത് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം അരുളുന്നു. സങ്കീർത്തനങ്ങൾ 86:7. എൻ്റെ പേര് ഹർഷ സണ്ണി. ഞാൻ തിരുഹൃദയ ദേവാലയം പഴയങ്ങാടി കണ്ണൂരിൽ നിന്ന് വരുന്നു. 2024 ഡിസംബർ 11 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. 2024 നവംബർ 6 എൻ്റെ മാമന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. തലക്ക് ഗുരുതരമായ പരിക്കേറ്റു. തലക്കും നെഞ്ചിനും ബ്ലഡ് ക്ലോട്ടായിരുന്നു. ഇടത്തുഭാഗം മുഴുവൻ തളർന്ന അവസ്ഥയിലായിരുന്നു. കണ്ണു മുതൽ അങ്ങോട്ട് ഒന്നും അനങ്ങാത്തൊരവസ്ഥയിൽ 2.5 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. 1 മാസത്തോളം വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞ് മരുന്നിനൊന്നും മാമൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. രോഗി ലേപനം വരെ മാമന് ലഭിച്ചു. എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷനായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കൂ, മാമന് സുഖമാവും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. കൃപാസനം മാതാവിന് വിശ്വാസമായിരുന്നു, പക്ഷേ ഉടമ്പടിയിൽ തീരെ വിശ്വാസമില്ലായിരുന്നു. അത്രയും നെഗറ്റീവിലായിരുന്നു ഞാൻ കേട്ടിരുന്നത്. എന്നാൽ അമ്മേൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ വരികയും ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഉടമ്പടി എടുത്തു. 14-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി വെഞ്ചരിച്ച തൈര്യം വിശ്വാസപ്രമാണം ചൊല്ലി മാമൻ്റെ ഇടത്തുഭാഗത്ത് കുരിശടയാളമിട്ടു. വെഞ്ചരിച്ച ഉപ്പ് മാമൻ്റെ ഭക്ഷണത്തിൽ കൊടുത്തു. അതിൻ്റെ ഫലമായി 17-ാം തീയതി മാമൻ്റെ മൂക്കിൽ ട്യൂബ് എടുക്കുകയും വായിൽ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. 26-ാം തീയതി ഡിസംബർ മാസം എൻ്റെ താലുമാലയിലായിരുന്നു ഞാൻ കാശ് രൂപം ഇട്ടിരുന്നത്. കാരണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ അതിലിട്ടത്. പക്ഷേ 26-ാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞിരുന്നു, കാശ് രൂപം നഷ്ടപ്പെട്ടാൽ നമുക്ക് ദുരന്തം വരാൻ പോകുന്ന മാതാവ് സൂചന കാണിക്കുന്നതെന്നാണ്. അന്ന് വൈകുന്നേരം തന്നെ എനിക്കത് ലഭിച്ചു. എന്നാൽ 27-ാം തീയതി മാമന് BP ഡൗണായി.
ക്രിട്ടിക്കൽ സ്റ്റേജായി. ICയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ റെഫർ ചെയ്തു. 4 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ICയിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. താലിമാല പണയം വെക്കേണ്ട സിറ്റുവേഷൻ വെച്ചു. എന്നിട്ട് ഞാൻ മാർച്ച് മാസം ഉടമ്പടി പുതുക്കി. നിയോഗത്തിൽ മാമിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഡെയിലി ബ്രെഡിലും ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും മാമിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും മാമിനെ പൂച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ മണക്കുമാസമായ മെയ് മാസം മാമിന് പൂർണ്ണ ആരോഗ്യം ലഭിച്ചു. 2 വർഷം കഴിഞ്ഞാലേ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി വെറും 6 മാസം കൊണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒറ്റയ്ക്ക് നടക്കുകയും എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും കണ്ണ് തുറന്നാലും തുറന്നില്ലെങ്കിലും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കണ്ണ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയതിൻ്റെ ഫലമായി ഇടത്തെ കണ്ണ് തുറന്നു. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ മാമൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതാണ് മാമനെ ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. ഇന്നെൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് കരുതിയാൽ മാർച്ച് മാസത്തിൽ തന്നെ എനിക്ക് 2.5 ലക്ഷം രൂപ ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്വർണവും ഇല്ല. ഞാൻ ഒത്തിരി കരഞ്ഞു. മാതാവിൻ്റെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ബൈബിൾ തുറന്നപ്പോൾ ഏഷ്യാ പ്രവാചകൻ 30-ാം അധ്യായം 7-ാം തിരുവചനമാണ് കിട്ടിയത്. ജെറുസലേം നിവാസികളെ, നിങ്ങൾ ഇനിമേൽ വിലപിക്കരുത്. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും, നിന്നോട് ഉത്തരമരുളുമെന്ന് തിരുവചനമാണ് കേട്ടത്. ഞാൻ അന്നേരം എൻ്റെ യേശുവേ എന്ന് വിളിച്ചു. രേഖ വെക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലവും പൂശതിൻ്റെ ഫലമായി രേഖ പണയം വെക്കുവാനും അതിലൂടെ എനിക്ക് പൈസ കിട്ടുകയും കടം തീർക്കുകയും ചെയ്തു. മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ 3ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. യൂട്യൂബ് നോക്കിയായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിരുന്നത്. പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം കാശ് രൂപവും അതുപോലെ എൻ്റെ മിഷീനിലും കത്രികയിലൊക്കെ വെഞ്ചരിച്ച് തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പൂച്ചതിൻ്റെ ഫലമായി എനിക്ക് ബ്ലൗസ് പെർഫെക്റ്റായിട്ട് അടിക്കുവാനും ഒത്തിരി പേർക്ക് അടിച്ചു കൊടുക്കാനും ഓർഡറുകളും കിട്ടി. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 11-ാം തീയതി ജൂൺ മാസം 11-ാം തീയതി ആയിരുന്നു എനിക്ക് ഉടമ്പടി പുതുക്കേണ്ടത്. അന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് കരുതിയായിരുന്നു. എൻ്റെ വലത്തേ കാലിന് പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയൊരു ഉണൽ പോലെ വരികയും പഴുത്ത് അതൊരു കുഴിയായി വരികയും കാല് മൊത്തം നീരായിട്ട് വരികയും ചെയ്തത്. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എനിക്ക് അപ്പർ സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. മേലെ കയറാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ വരുന്നതിന് മുന്നോടിയായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നീല കളർ ഡ്രസ്സ് ഇട്ടിട്ട് ആരെങ്കിലും എൻ്റെ ട്രെയിനിൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കണ്ണൂരെത്തിയപ്പോൾ ഒരു നീല ടീഷർട്ട് ഇട്ട് ഒരു പെൺകുട്ടി വരികയും ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ അവൾ ലോവർ സീറ്റ് എനിക്ക് തരികയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് കരുതിയാലും എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീടിന് ചുറ്റും അക്രൈസ്തവരായിരുന്നു, അവരെ വീടുകളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ എല്ലാ മാസവും കുമ്പസാരിക്കുകയും ഞായറാഴ്ചകളിൽ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം ലഭിച്ചിരുന്നു. മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. അതുപോലെ വീട്ടിൽ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ജപമാല ചൊല്ലുമായിരുന്നു. എല്ലാ ഉടമ്പടി വഴിയാണ് എനിക്ക് ലഭിച്ചത്. ഒത്തിരി നന്ദി പറയുന്നു.